പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന സ്നേഹത്തിന്റെ കാവൽക്കാരനായ ശ്രീനാരായണ ഗുരുദേവന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരത്തെ വീട്ടിൽ മായമ്മയുടെയും മാടനാശാന്റെയും മകനായി നമ്മുടെ നാണു ജനിച്ചു. ചെമ്പഴന്തി തൻ മണ്ണിൽ പിറന്നു നാണു. ചിരിക്കുന്ന മുഖമുള്ള പൈതലായി നാണു. പൂക്കളോടും കിളികളോടും കൂട്ടുകൂടി പുഞ്ചിരി തൂകും ഉണ്ണിയായി വളർന്നു നാണു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ നാണുവിന് എല്ലാവരോടും കരുണയായിരുന്നു. ഒരിക്കൽ വീട്ടിലെ മാവിൽ നല്ല തേൻ മധുരമുള്ള മാമ്പഴങ്ങളുണ്ടായി. വീട്ടുകാർ അത് പറിച്ചു മുറിയിൽ സൂക്ഷിച്ചുവെച്ചു. പാവപ്പെട്ടൊരു വഴിപ്പോക്കഴി പോക്കൻ വിശന്നു വലഞ്ഞ് അവിടെ വന്നു. നാണു എന്തു ചെയ്തു എന്നറിയാമോ? ആരും കാണാതെ ആ മുറിയിൽ കയറി ഏറ്റവും നല്ല മാമ്പഴങ്ങളെടുത്ത് ആ പാവത്തിന് നൽകി. വീട്ടുകാർ ചോദിച്ചപ്പോൾ നാണു ശാന്തനായി പറഞ്ഞു, നമ്മെപ്പോലെ തന്നെയല്ലേ അദ്ദേഹവും. വിശപ്പടക്കുന്നത് പുണ്യമല്ലേ. അറിവ് തേടി യാത്രയായി നാണു. മരുത്വമലയിൽ തപസ്സിരുന്നു നാണു. അറിവിൻ്ററെ സൂര്യനായി മാറി നാണു. ലോകത്തിന്റെ ഗുരുവായി മാറി നാണു. നാട് മുഴുവൻ ജാതിയുടെ പേരിൽ വഴക്കിടുന്ന കാലം. അന്ന് ഗുരുദേവൻ അരുവിപ്പുറം എന്ന സ്ഥലത്തെത്തി. അവിടെ നദിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് അദ്ദേഹം പ്രതിഷ്ഠിച്ചു. നിങ്ങൾക്കതിത് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞവരോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചത് എന്റെ ശിവനെയാണ്. അവിടെ അദ്ദേഹം വലിയൊരു കാര്യം എഴുതിവെച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ചു ഗുരുദേവൻ. വിദ്യ കൊണ്ടു പ്രബുദ്ധരാകാൻ എപ്പോഴും നമ്മോട് ചൊല്ലി ഗുരു. കുട്ടികളായ നമ്മളോട് ഗുരുദേവന് പറയാനുള്ളത് ഒന്നേയുള്ളൂ: നന്നായി പഠിക്കണം, ശുദ്ധിയോടെ ഇരിക്കണം, ആരോടും ദേഷ്യം കാണിക്കരുത്, മദ്യത്തെയും പുകയിലെയും അകറ്റി നിർത്തണം. വിദ്യാലയങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞുതന്നു. സ്നേഹമാണ് മതം നമുക്ക്, നന്മയാണ് ദൈവം. ഗുരുദേവൻ കാട്ടിത്തന്ന് പാതയിൽ നീങ്ങാം നമുക്ക്. അറിവ് നേടുക, കരുത്തരാവുക, സ്നേഹത്തോടെ ജീവിക്കുക. ഇതാണ് ഗുരുദേവൻ നമുക്ക് തന്ന പാഠം. നന്ദി, നമസ്കാരം.